ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ EVS ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നിർദ്ദേശങ്ങൾ എന്താണ് കൂട്ടുകാരെ നൽകിയിട്ടുള്ളത്? 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ സെക്കൻഡ് നോക്കൂ, തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങളുടെ ഉപചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചിത്തിരപുരം സ്കൂളിലെ കൂട്ടുകാർ ജൈവവൈവിധ്യ ഉദ്യാനം നിരീക്ഷിച്ച് തയ്യാറാക്കിയ സസ്യങ്ങളുടെ പട്ടികയാണ് താഴെ കാണുന്നത്. ഏതൊക്കെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് നോക്കൂ. സസ്യങ്ങൾ നോക്കൂ: മാവ്, ചീര, റോസ്, തുമ്പ, പ്ലാവ്, ചെമ്പരത്തി, തുളസി, മുക്കുറ്റി, തേക്ക്. ഇവയൊക്കെയാണല്ലേ നൽകിയിട്ടുള്ളത്. എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നോക്കൂ. സവിശേഷതകൾക്കനുസരിച്ച് ഈ സസ്യങ്ങളെ തരംതിരിച്ച് പട്ടികയിൽ എഴുതൂ. ഒന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്, ഔഷധികളാണല്ലേ, ഔഷധികളാണ്. മറ്റ് രണ്ടെണ്ണം ഏതൊക്കെയാണ് നമുക്കറിയാമല്ലോ. അപ്പം നമുക്ക് പട്ടികപ്പെടുത്തി എഴുതിയാലോ. ഓക്കെ, നമുക്ക് എഴുതാം: ഔഷധികൾ, കുറ്റിച്ചെടികൾ, മരങ്ങൾ. ഇനി ഔഷധികളിൽ ഏതൊക്കെയാണ് കൂട്ടുകാരെ വരിക? തുമ്പ, ചീര, മുക്കുറ്റി. കുറ്റിച്ചെടികളിലോ? തുളസി, ചെമ്പരത്തി, റോസ് അല്ലേ. മരങ്ങളിൽ നമുക്ക് ഏതൊക്കെ എഴുതാം? മാവ്, തേക്ക്, പ്ലാവ്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ നോക്കാം. ഉദ്യാനത്തിലെ റോസാ ചെടിയുടെ ചില ഭാഗങ്ങൾ അവയുടെ വിശേഷങ്ങൾ പങ്കുവച്ചു. അവർ പറഞ്ഞ കാര്യങ്ങൾ വായിച്ച് ചെടിയുടെ ഏതു ഭാഗമാണെന്ന് കണ്ടെത്തി എഴുതൂ. ചിത്രവും വരയ്ക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഞാനാണ്. ആരാണ് കൂട്ടുകാരെ അത്? നമുക്ക് മനസ്സിലായല്ലോ ആരാണ്. ആരാണ് കൂട്ടുകാരെ? ഇലയാണല്ലേ. ഓക്കെ, മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുകയാണ് എൻ്റെ ജോലി. ആരാണെന്ന് മനസ്സിലായോ? ആരാണ്? വേരാണല്ലേ. അപ്പം എന്ത് ചെയ്യുക കൂട്ടുകാർ? ഇതുപോലെ ഇലയുടെ ഒരു ചിത്രം വരയ്ക്കുക. വേരിൻ്റെ ചിത്രവും വരച്ച് താഴെ ഇല എന്നും വേരെന്നും എഴുതുക. ഓക്കെ, നമുക്ക് പ്രവർത്തനം 2 നോക്കാം. ചിത്തിരപുരത്തെ ഒരു കുളത്തിലെ മീൻ പറയുന്നത് വായിച്ചു നോക്കൂ. എന്താണ് കൂട്ടുകാരെ മീൻ പറയുന്നത്? കുളത്തിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയരുതേ, ഞങ്ങളും ജീവിച്ചോട്ടെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്? ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് കൂട്ടുകാരെ? ജലാശയങ്ങൾ എന്ത് ചെയ്യരുത്? നമ്മൾ മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. അതുപോലെ തന്നെ എന്താണ്? ജലാശയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. ജലജീവികളെ ഉപദ്രവിക്കരുത്. ജലാശയങ്ങൾ മണ്ണിട്ട് നികത്തരുത്. അപ്പം എന്തൊക്കെയാണ്? ജലാശയങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, ജലാശയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, ജലജീവികളെ ഉപദ്രവിക്കരുത്, ജലാശയങ്ങൾ മണ്ണിട്ട് നികത്തരുത്. ബി ക്വസ്റ്റ്യൻ നോക്കൂ. മീനുമോൾ മഴ അളക്കുന്നതിനു വേണ്ടി സ്കൂളിൽ നിർമ്മിച്ച ഉപകരണമാണിത്. എന്താണ് ഇതിൻ്റെ പേര്? എന്താണ് കൂട്ടുകാരെ? മഴമാപിനിയുടെ ചിത്രമാണ് നമുക്ക് അവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, എന്തിൻ്റെ ചിത്രമാണ് നോക്കൂ. മീനുമോൾ മഴ അളക്കുന്നതിന് വേണ്ടി സ്കൂളിൽ നിർമ്മിച്ച ഉപകരണം എന്താണ്? മഴമാപിനിയാണല്ലേ. കൂട്ടുകാർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ? മഴമാപിനി. ഓക്കെ, പ്രവർത്തനം 3 നോക്കാം. മനുവും കൂട്ടുകാരും ജലം ശുദ്ധീകരിക്കാനുള്ള ലളിതമായ മാർഗം തയ്യാറാക്കിയത് നോക്കൂ. ഇതിൽ ശരിയായ രീതിയിൽ തയ്യാറാക്കിയതെന്ന് ഏതെന്ന് കണ്ടെത്തി എഴുതുക. ഫസ്റ്റ് നോക്കൂ. കരി, ചരൽ, മണൽ. ചരൽ, മണൽ, കരി. ചരൽ, കരി, മണൽ. ഏതാണ് ശരിയായത്? അതെ, എ ആണല്ലേ. എങ്ങനെയാണ്? ചരൽ, മണൽ, കരി. മണ്ണിൽ വീണ് കലങ്ങിയ മഴവെള്ളം കിണറ്റിലേക്ക് എത്തുമ്പോൾ തെളിഞ്ഞു വരുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് കൂട്ടുകാരെ? മഴവെള്ളം മണ്ണിലൂടെ എന്ത് ചെയ്യുന്നു? താഴേക്ക് അരിച്ചിറങ്ങി ഉറവയായിട്ട് കിണറ്റിലും മറ്റ് ജലസ്രോതസ്സിലും എത്തുന്നു. ഇങ്ങനെ അരിച്ചിറങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? വെള്ളം തെളിഞ്ഞു വരുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 4. റാഹില തയ്യാറാക്കിയ ജീവികളുടെ ആൽബത്തിലെ ചിത്രങ്ങൾ നോക്കൂ. ഏതൊക്കെ ജീവികളുടെ ചിത്രങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് നൽകിയിട്ടുള്ളത്? ആന, പാമ്പ്, പൂച്ച, ഒച്ച്, കാക്ക, കഴുത, പരുന്ത്, ആമ, കുറുക്കൻ, തത്ത,
ദെൻ തേരട്ട, തുമ്പി ഇവയുടെയൊക്കെ ചിത്രങ്ങളല്ലേ നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സഞ്ചാര രീതി അനുസരിച്ച് ഈ ജീവികളെ തരംതിരിച്ച് പട്ടികയിൽ എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറക്കുന്നവ എഴുതിയിട്ടുണ്ട്. ദെൻ നമുക്ക് നെക്സ്റ്റ് കോളത്തിൽ എന്തൊക്കെ എഴുതാം? യെസ്, നടക്കുന്നവ, ഇഴയുന്നവ. അപ്പം നടക്കുന്നവയിൽ നമുക്ക് ഏതൊക്കെ എഴുതാം കൂട്ടുകാരെ? യെസ്, ആന, പൂച്ച, കഴുത, കുറുക്കൻ. പറക്കുന്നവയിലോ? യെസ്, കാക്ക, പരുന്ത്, തത്ത, തുമ്പി. ദെൻ ഇഴയുന്നവയിൽ എന്തൊക്കെ എഴുതാം? യെസ്, പാമ്പ്, ഒച്ച്, ആമ, തേരട്ട. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ജീവികളുടെ ശാരീരിക പ്രത്യേകതകളെക്കുറിച്ച് റഹീമും റാഹിലയും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാമോ? റഹീം എന്താ പറയുന്നത്? ശരീരത്തിലെ വരകൾ കൊണ്ട് തിരിച്ചറിയുന്ന ഒരു ജീവിയുടെ പേര് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ. ഏതാണ് കൂട്ടുകാരെ? അതേ, സീബ്രയാണല്ലേ. ഇതെന്താണ്? ചില ജീവികളുടെ പ്രത്യേകത കുളമ്പുകളാണ്. കുളമ്പുള്ളൊരു ജീവിയുടെ പേര് പറയൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ജീവിയുടെ പേര് പറയാം. നമുക്ക് എന്തെഴുതാം? കുതിര എന്നെഴുതാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എബിമോൻ പരിസര പഠന പുസ്തകത്തിൽ വരച്ച ചിത്രശലഭത്തിൻ്റെ ചിത്രം നോക്കൂ. ചിത്രത്തിലെ പൂമ്പാറ്റയ്ക്ക് നിറം നൽകൂ. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈ ചിത്രത്തിലെ പൂമ്പാറ്റയ്ക്ക് ഭംഗിയായി നിറം നൽകണം. ഓക്കെ. അപ്പോൾ എബിമോൻ പരിസര പഠന പുസ്തകത്തിൽ വരച്ച ചിത്രശലഭത്തിൻ്റെ ചിത്രം നോക്കൂ. ചിത്രത്തിലെ പൂമ്പാറ്റയ്ക്ക് നിറം നൽകൂ. ദെൻ പൂമ്പാറ്റയുടെ ജീവിത ചക്രത്തിലെ 4 ഘട്ടങ്ങളും എബിമോൻ പുസ്തകത്തിൽ വരച്ചിട്ടുണ്ട്. ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഘട്ടങ്ങൾ എഴുതി ചേർക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഏതൊക്കെയായിരിക്കും ഘട്ടങ്ങൾ? അതെ, മുട്ട, ലാർവ, പ്യൂപ്പ, ശലഭമല്ലേ. എങ്ങനെയാണ്? മുട്ട, ലാർവ, പ്യൂപ്പ, ശലഭം. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളുടെ വീട്ടിലെ പൂന്തോട്ടത്തിലും പൂമ്പാറ്റകൾ വന്നെത്താറില്ലേ? നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും 2 ഇനം പൂമ്പാറ്റകളുടെ പേരെഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ എഴുതാം? നാട്ടുകോമാളി, ചക്കരശലഭം. ഒരുപാട് പൂമ്പാറ്റകളുടെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. നമുക്ക് ഏതൊക്കെ 2 എണ്ണം എഴുതാം ഇപ്പോൾ? നാട്ടുകോമാളി, ചക്കരശലഭം. ദെൻ ചിത്രത്തിൽ കാണുന്ന സസ്യങ്ങളുടെ പ്രത്യേകത താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, നമ്മുടെ പ്രദേശത്ത് കണ്ടുവരാത്ത സസ്യങ്ങൾ. ദെൻ പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന സസ്യങ്ങൾ, പൂക്കൾ ഉണ്ടാകാത്ത സസ്യങ്ങൾ, വള്ളികളായി പടരുന്ന സസ്യങ്ങൾ. അരളിയും കൃഷ്ണകിരീടവുമാണല്ലേ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ സസ്യങ്ങളുടെ പ്രത്യേകത എന്താണ് കൂട്ടുകാരെ? അതേ, പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന സസ്യങ്ങളാണല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന സസ്യങ്ങൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 6. സിംഹം എന്താണ് കൂട്ടുകാരെ പറയുന്നത്? വിശന്നിട്ടു വയ്യ, ഒരു മാനിനെ കിട്ടിയിരുന്നെങ്കിൽ വയറു നിറയ്ക്കാമായിരുന്നു. ജീവികളുടെ ആഹാര രീതി ഓർമ്മയില്ലേ? ആഹാര രീതി അനുസരിച്ച് താഴെ പറയുന്ന ജീവികളെ തരംതിരിച്ച് എഴുതും. ഏതൊക്കെ ജീവികളുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത് നോക്കൂ. പുലി, കോഴി, മാൻ, പശു, ചെന്നായ, കാക്ക, കുറുക്കൻ, താറാവ്, കുതിര, ദെൻ ജിറാഫ്, ഉറുമ്പ്, സിംഹം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? യെസ്, മിശ്രാഹാരികൾ. ദെൻ ഏതൊക്കെയാണ് വരിക? യെസ്, സസ്യാഹാരികൾ, മാംസാഹാരികൾ, യെസ്, മിശ്രാഹാരികൾ. ഇനി ഓരോന്നിനും ഏതൊക്കെയാണ് വരുന്നത്? സസ്യാഹാരികളിൽ യെസ്, പശു, കുതിര, ജിറാഫ്, മാൻ. ദെൻ മാംസാഹാരികളിൽ പുലി, ചെന്നായ, സിംഹം, കുറുക്കൻ. ദെൻ മിശ്രാഹാരികളിലോ കാക്ക, കോഴി, താറാവ്, ഉറുമ്പ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? താഴെ പറയുന്ന ജീവികളെ നിങ്ങൾക്ക് പരിചിതമാണ്. ഈ ജീവികളുടെ ശാരീരിക പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഏതൊക്കെ ജീവികളാണ് നൽകിയിട്ടുള്ളത്? താറാവും പരുന്തുമാണല്ലേ. അപ്പോൾ ഈ ജീവികളുടെ ശാരീരിക പ്രത്യേകതകളാണ് നമ്മൾ എഴുതേണ്ടത്. ഫസ്റ്റ് നമുക്ക് താറാവ് എഴുതാം. എന്താണ്? യെസ്, എണ്ണമയമുള്ള തൂവലുകൾ. ദെൻ തുഴ പോലുള്ള കാലുകൾ, പരന്ന ചുണ്ടുകൾ. എന്തൊക്കെയാണ്? എണ്ണമയമുള്ള തൂവലുകൾ, തുഴ പോലുള്ള കാലുകൾ, പരന്ന ചുണ്ടുകൾ. ദെൻ പരുന്തിനോ? യെസ്, എന്താണ്? വിസ്താരവും ശക്തിയുമുള്ളതുമായ ചിറകുകൾ, മികച്ച കാഴ്ചശക്തി, വളഞ്ഞു കൂർത്ത നഖങ്ങൾ, ചുണ്ടുകൾ. വിസ്താരവും ശക്തിയുള്ളതുമായ ചിറകുകൾ, മികച്ച കാഴ്ചശക്തി, വളഞ്ഞു കൂർത്ത നഖങ്ങൾ, ചുണ്ടുകൾ. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ 6 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.